സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ നടത്തിയിരുന്നു. മാത്രമല്ല ഈ ഒരുപാട് രക്തസാക്ഷികളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ചെയ്ത സമരങ്ങൾ തെറ്റായിപ്പോയി. അതായത് അന്ന് ടി.പി. ശ്രീനിവാസന്റെ പുറത്ത് കരിയൂരി ഒഴിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തെറ്റായിപ്പോയി എന്ന്, അല്ലെങ്കിൽ 5 വർഷം മുമ്പേ ഈ സ്ഥാപനങ്ങൾ സ്വകാര്യ സർവകലാശാലകളിലൂടെ വരികയും കുട്ടികൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയവുമായി. അപ്പോൾ അന്ന് ചെയ്ത സമരങ്ങൾ തെറ്റായിപ്പോയോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് ഓരോ കാലത്തിൻ്റെയും മൂർത്തമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നയരൂപീകരണം ഉണ്ടാവുക. പൊതുവിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകാതെ അതാത് സന്ദർഭങ്ങളിലെ കോൺക്രീറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുക. കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി. ലോകം വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? അപ്പോൾ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നവലിബറൽ നയങ്ങളുടെ എത്രയോ പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. അപ്പോൾ അതിവേഗതയിൽ ഈ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം മാറി നിൽക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമുണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റൽ കൺട്രോൾ എന്ന് പറയുന്നത്. റെഗുലേഷൻസ് ഉണ്ട്. നവലിബറൽ നയങ്ങൾ ഡീറെഗുലേഷൻസിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ ഇങ്ങനെ സാർവത്രികമായിട്ടുള്ള സ്വകാര്യവൽക്കരണം എന്നതിലേക്കാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശക്തമായ റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ അനുവദിക്കുകയാണ്. രണ്ടും രണ്ടാണ്. അതായത് ലാഭാധിഷ്ഠിതമായ ചിന്താഗതിയോടുകൂടി പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ ഒരു കെട്ടുപാടുമില്ലാതെ അഴിച്ചുവിടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അവരുടെ അക്കാദമിക ഗുണമേന്മയും ഒക്കെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെങ്കിൽ ആ സാധ്യത ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നല്ലേ ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊന്നും മൂർത്തമായ തീരുമാനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അത്തരം സാധ്യതകൾ ആരായും എന്നുള്ളതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. 15 വർഷം മുമ്പ് ഇന്ത്യയിൽ ഇത് നടപ്പായിട്ടില്ലല്ലോ. വ്യാപകമായ സ്വകാര്യ സർവകലാശാലകൾ, പ്രിയപ്പെട്ട സഹോദരി, ഇന്ത്യയിൽ തന്നെ ഇല്ല. വൈകി പോകുന്ന വിഷയമേ ഇല്ല. സ്വകാര്യ സർവകലാശാലകൾ കൂണുപോലെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കാൻ ആരംഭിച്ചിട്ട് അധികമായിട്ടില്ലല്ലോ. സ്വകാര്യവൽക്കരണം അതിൻ്റെ മൂർധന്യ ദശയിലെത്തിയിട്ട് അധികമായിട്ടില്ല സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപകാലത്ത് സ്വീകരിക്കുന്നത്. അപ്പോൾ വളരെ മുമ്പ് തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ ആവിർഭാവത്തെക്കുറിച്ച് UGC പോലും നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു ഇന്ത്യൻ സിറ്റുവേഷനിൽ UGC സ്വകാര്യ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. വ്യാപകമായിട്ട് സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നേരത്തെ തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച രീതിയിലുള്ള അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്. ചിലവ എല്ലാം അങ്ങനെയല്ല, മോശപ്പെട്ട അന്തരീക്ഷമുള്ളവയുമുണ്ട്. പക്ഷേ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവയുടെ അക്കാദമിക അന്തരീക്ഷവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഉപയുക്തമാക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ഞാൻ അത്യാവശ്യത്തിന് വിശദീകരിച്ച് കഴിഞ്ഞു. നമ്മുടെ സർവകലാശാലകളൊക്കെ മികച്ച നിലവാരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഏറ്റവും കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്ന് കേരള സർവകലാശാലകൾക്ക് NAAC
A++ ആണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ 10 സർവകലാശാലകൾ മാത്രമേ ഉള്ളൂ NAC A++ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തിളക്കം കേരള സർവകലാശാലയ്ക്കുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്കും കാലടി സർവകലാശാലയ്ക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കും A+ ഉണ്ട്. ടൈംസ് റാങ്കിങ്ങിൽ വളരെ ഉയർന്ന റാങ്കിങ്ങാണ് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ സർവകലാശാലകൾ ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകും.